ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഓരോ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഓരോരുത്തർ പ്രസംഗിക്കുമ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവർ പ്രസംഗിക്കുന്ന ആ വാക്കുകളും അവരുടെ വികാരങ്ങളും അവരുടെ ചിന്തകളും അത്തരം കാര്യങ്ങളൊക്കെയും അത് അവരുടെ മസാല കൂട്ടി ചേർത്ത് കൂടി അത് അവതരിപ്പിക്കുന്നതൊക്കെ ഈ ആളുകൾ മരിച്ചാൽ പോലും സാമൂഹ്യ മാധ്യമ പ്രതലത്തിൽ ഇങ്ങനെ കിടക്കും. ഞാൻ പറഞ്ഞപ്പോൾ ചെറുപ്പമായിരുന്നു, 10 കൊല്ലം മുമ്പ് പറഞ്ഞതാണ്, 8 കൊല്ലം മുമ്പ് പറഞ്ഞതാണ്, അന്നങ്ങനെ പറഞ്ഞതാണ്, പുതിയതല്ല എന്നൊന്നും പറയുന്നതുകൊണ്ടൊരു കാര്യമില്ല. എനിക്ക് പ്രിയപ്പെട്ട അബൂബക്കർ കാസിമി ഉസ്താദിനോടൊക്കെ പറയാനുള്ളത്, അങ്ങൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടിരിക്കുന്ന സാധനങ്ങൾ പടച്ചവനെ ഓർത്ത് ആരെങ്കിലും അങ്ങയുടെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചോ അല്ലെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന കോഞ്ഞാണന്മാരെ വിളിച്ചോ അത്തരം വീഡിയോകളൊക്കെ അതിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടതാണ്. അങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ അതങ്ങ് ഇല്ലാതായി പോകുമെന്നുള്ളതല്ല, പക്ഷേ കുറച്ചൊക്കെയും ഇതാരെങ്കിലും പരിശോധിച്ച് ചെല്ലുമ്പോൾ എവിടെയാണെന്നെങ്കിലും അറിയാതിരിക്കും. അത്രമേൽ മൃദുല മധുര മദാലസ മനോഹരമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട അഴകും സൗന്ദര്യവും അത്തരം കാര്യങ്ങളും പിന്നെ പ്രവാചക വിവാഹവുമൊക്കെ പറയുമ്പോൾ നിങ്ങളതിലേക്ക് അങ്ങോട്ട് ഊളിയിട്ടിറങ്ങി നിങ്ങൾ സടകുടഞ്ഞെഴുന്നേറ്റ് നിങ്ങളതിലങ്ങോട്ട് പൊടിപ്പും തൊങ്ങലും എല്ലാം കൂടെ കയറ്റി വെച്ചടിച്ച് തകർത്ത് അപമാനമാണ് ഉണ്ടാക്കുന്നത്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ സാമൂഹ്യ മാധ്യമ ലോകം മരിക്കുന്നില്ല. അതിൽ നിക്ഷേപിക്കുന്ന ഓരോ സംഗതികളും അവിടെ കിടക്കുകയാണ്. അത് ആവർത്തിച്ചാവർത്തിച്ച് പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മൾ പറയുന്നത് ഓരോന്നും അങ്ങനെയാണ്. ഞാനിത് പറഞ്ഞത് ഈ നൗഷാദ് ഹസനിയെപ്പോലെ അല്ലെങ്കിൽ അതുപോലുള്ള ചില സംഗതികളെപ്പോലെ ഈ ഇ.പി. അബൂബക്കർ അൽ കാസിമി എന്ന് പറയുന്ന ഉസ്താദ് അദ്ദേഹം സ്ഥലങ്ങളിൽ പ്രസംഗിച്ചിട്ടുള്ള പല വിഷയങ്ങളും അതിൻ്റെ ആലങ്കാരിക പ്രയോഗങ്ങളും അതിൻ്റെ മാർദ്ദവവും ഊഷ്മളവും പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മദാലസവുമായ അവതരണങ്ങളുമൊക്കെ പലപ്പോഴും ഈ ദീനീ ജീവിതവും പ്രത്യേകിച്ച് ഇസ്ലാമോഫോബിയയുടെ കാലത്ത് ഒരാവശ്യവുമില്ലാത്ത വർണ്ണനകൾ നിറഞ്ഞ് വളരെ മോശ സ്ഥിതിയിലുള്ള പല വീഡിയോസും ഉണ്ട്. എനിക്കിന്നത് അയച്ചു തന്നത് ഒരു മുൻ MP ആണ്. അദ്ദേഹം അയച്ചു തന്നിട്ട് ഇതിനോടൊക്കെ പ്രതികരിക്കണമെന്നും പറഞ്ഞ് അയച്ചു തന്നതാണ്. സാക്ഷാൽ ഇ.പി. അബൂബക്കർ ഉസ്താദിൻ്റെ വീഡിയോ ആണ്. പണ്ടൊരിക്കലൊരു വീഡിയോ എടുത്തു വെച്ച് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ വികാരഭരിതനായി തഹജ്ജുദ് നിസ്കരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമെന്നും അള്ളാഹുവിനോട് പറയുമെന്നും അപമാനിക്കുന്നതിന് അള്ളാഹു ചോദിക്കുമെന്നും ഒക്കെ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദെ, നിങ്ങളെ ഒന്നും വ്യക്തിപരമായി അപമാനിച്ചോ അല്ലെങ്കിൽ മോശക്കാരാക്കിയോ ഒന്നും നേടാനില്ല. പക്ഷേ ഒരു കാര്യവുമില്ലാതെ വളരെ അന്തസ്സും മനോഹരവും ധാർമ്മികവും വളരെ മൂല്യങ്ങളുമുള്ള ഒരു മതത്തെ നിങ്ങളെപ്പോലെയുള്ള കുറേ ആളുകൾ കയറി വ്യാഖ്യാനിച്ചും അതിന് നിങ്ങളുടെ വികാരപ്രകടനങ്ങൾ അനുസരിച്ചും നിങ്ങളുടെ മാനസികാവസ്ഥ അനുസരിച്ചും നിങ്ങളുടെ പ്രായമനുസരിച്ചും അങ്ങോട്ട് വാരി ചൊരിഞ്ഞ് കോരി കുടിച്ച് വാരി വലിച്ച് അടിച്ച് ഭിത്തിക്ക് പറ്റിച്ച് വെച്ചേക്കുക. അതിങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുക. ഇത് വരുമ്പോൾ ചിലപ്പോൾ ഉസ്താദിൻ്റെ അനുയായികൾ പറയും അത് ഉസ്താദ് 15 കൊല്ലം മുമ്പ് പറഞ്ഞതാ അല്ലെങ്കിൽ 20 കൊല്ലം മുമ്പ് പറഞ്ഞതാ ആയിരിക്കാം. ഇതെല്ലാം ഓരോരോ യൂട്യൂബിൽ കിടപ്പുണ്ട്. അൽ ഉലാമുൽ ഉലാം എന്ന് പറയുന്നിടത്ത് കിടപ്പുണ്ട്, ഹുലുൽ ഹുൽ എന്ന് പറയുന്നിടത്ത് കിടപ്പുണ്ട്, ഹൈലുറുൽ ഹൈലർ എന്ന് പറയുന്നിടത്ത് കിടപ്പുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ആളുകളെ അറിയാമെങ്കിൽ ഒരുപാട് ശിഷ്യസമ്പത്തുണ്ടല്ലോ, നിങ്ങൾ ഇരുത്തിയിട്ട് കുറേ ഇതെല്ലാം വെട്ടി മൂടാൻ പറയണം. ഇതെവിടെങ്കിലുമൊക്കെ കാണുന്നെങ്കിൽ അത് മൂടിയിട്ട് അതിനൊക്കെ മാപ്പ് പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും വീഡിയോ ഇടാൻ പറയണം. കാരണം നിങ്ങൾ ആ പറയുന്ന സംഗതി ഒന്നും ഒരു ധാർമ്മിക പ്രഭാഷണത്തിനോ മതപ്രഭാഷണത്തിനോ ഒന്നും ഉതകുന്ന സംഗതിയല്ല. അത് കേട്ടാൽ നമ്മൾ പണ്ട് ഈ നമ്മുടെ ചന്ദ്രകുമാർ സാറിൻ്റെയൊക്കെ സിനിമയുടെ ഡയലോഗുകളിൽ കാണുന്ന കാഴ്ചകൾ പോലെയാണ് നിങ്ങൾ പറഞ്ഞ് വർണ്ണിച്ച് മധുരമനോഹരമാക്കി വെച്ചിരിക്കുന്നത്. കഷ്ടമാണ്, സങ്കടമാണ്. അതുകൊണ്ടാണിത് പറയുന്നത്.